മോഹൻലാൽ നായകനായി എത്തിയ തുടരും 26-ാം ദിനത്തിലെത്തിയിരിക്കുകയാണ്. 25 ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ വീണ്ടും അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് വീണ്ടും സിനിമ ഹെവി ഹോൾഡിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു കാര്യം. ഇന്നലെ 25-ാം തീയതി സിനിമയ്ക്ക് വന്നത് ട്രാക്കേഴ്സ് മുഖാന്തരം 1,05,00,000 രൂപയാണെങ്കിൽ ഫൈനൽ ഗ്രോസ് വന്നത് 1,30,00,000 രൂപയ്ക്ക് മുകളിൽ. അത്ഭുതം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന കാര്യം പരിഗണിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമുക്ക് 748ഓളം ഷോകളിൽ നിന്ന് വൈകുന്നേരം വരെ ലഭിച്ചിരിക്കുന്നത് 33,000 ടിക്കറ്റുകൾ വിറ്റുപോയെന്നും 51 ലക്ഷം രൂപ ഇതിനോടകം വന്നു. റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് റെക്കോർഡ്, കൊടൂര റെക്കോർഡ് എന്ന് തന്നെ പറയാം. 15% ഒക്യുപ്പൻസിയിൽ ഇന്ന് ഈ ഒരു വർക്കിംഗ് ഡേയിൽ സിനിമ നേടുന്നത് കൊലകൊല്ലി കളക്ഷൻ എന്ന് തന്നെ പറയാം. അതെ, ഇനിയും നമുക്ക് ഇന്നലെ വരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നമുക്കൊന്ന് നോക്കാം. 24 ദിനം കൊണ്ട് കേരളത്തിൽ നിന്ന് സിനിമ നേടിയിരുന്നത് 109,60,00,000 രൂപ. അതായത് 110 കോടിയായിരുന്നുവെങ്കിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 19,65,00,000 രൂപയായിരുന്നുവെങ്കിൽ ഓവർസീസിൽ നിന്ന് നേടിയത് 93 കോടിയോളമായിരുന്നു. വേൾഡ് വൈഡ് ആയിട്ട് 222 കോടിയാണ് 24-ാം ദിനം നേടിയതെങ്കിൽ 25-ാം ദിനം എത്തിയപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 111 കോടിയിലേക്ക് എത്തുന്ന ഒരു കാര്യത്തിലേക്ക് എത്തി. 1,30,00,000 രൂപയ്ക്ക് മുകളിലാണ് സിനിമയ്ക്ക് കളക്ഷൻ വന്നത്. ഇത് ആദ്യ ആഴ്ചയോ രണ്ടാമത്തെ ആഴ്ചയോ അല്ല, 25-ാം ദിനത്തെ കളക്ഷൻ നമ്മൾ പറയുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 20 കോടിയും കടക്കുന്നു സിനിമ. ഓവർസീസിൽ നിന്ന് 94 കോടിയിലേക്ക് എത്തി എന്നുള്ള കണക്കുകളാണ്. അതെ, സിനിമ 225 കോടിയിലേക്ക് എത്തുകയാണ്. 224 കോടി എത്തി. ഈ ഒരു സമയം കൊണ്ട് തന്നെ സിനിമ 225 കോടിയും കടന്ന് മുന്നോട്ട് പോവുകയാണ്. അതായത് 250 കോടിയിലേക്കുള്ള ആ ഒരു യാത്ര സിനിമ തുടങ്ങുകയാണ്. ഓരോ ദിവസവും സിനിമയ്ക്ക് ആളുകൾ കൂടുന്നു. വീടുകളിൽ സീരിയൽ കണ്ടിരിക്കുന്നവർ അല്ലെങ്കിൽ സിനിമയ്ക്ക് പോകാത്തവർ, സിനിമയോട് താല്പര്യമില്ലാത്തവർ നമുക്ക് ഒരുപാട് പേരുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ സിനിമ കാണുന്നത് വളരെ കുറച്ച് ആളുകൾ തന്നെയാണ്. പല സിനിമകളുടെയും കളക്ഷൻ പറയുമ്പോൾ അതെല്ലാം നമുക്ക് തള്ളാണ് എന്നുള്ളത് ബോധ്യമാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇവിടെ കാര്യങ്ങൾ മാറി മറിയുകയാണ്. ഈ ഒരു സിനിമയ്ക്ക് കാണാൻ ഇറങ്ങുന്നത് ഇതേപോലെ റെയറായിട്ടുള്ള സിനിമകളാണ്. പണ്ട് നമുക്ക് CBI സീരീസിലുള്ള സിനിമകൾ, അതിൽ ഒരുപാട് ആളുകൾ കയറി. സിനിമ വളരെ മോശമായിരുന്നിട്ട് പോലും ആളുകൾ അതിനെ ഇടിച്ച് കയറിയതാണ്. കാരണം വേറൊന്നുമല്ല, അത് ആളുകളുടെ മനസ്സിലുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് തുടരുമെന്നുള്ള ചിത്രവും ആ ഒരു രീതിയിലേക്ക് വരികയാണ്. ഒരുപാട് ആളുകൾ ഇപ്പോൾ വീട്ടിലുള്ള ആളുകൾ, സാധാരണ സിനിമ കാണാത്തവർ ഈ സിനിമയ്ക്ക് കയറുകയാണ്. ഇന്നലെയും ഒക്കെ നമുക്ക് നോക്കുമ്പോൾ അതിൻ്റെ തിരക്ക് അങ്ങനെ തന്നെയാണ് കാണാൻ. ഇന്നും നമുക്ക് തിരക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ തന്നെയാണ്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നമുക്ക് എറണാകുളത്തെ ഷേണൈസ് തിയേറ്ററിലെ നമുക്ക് തിരക്കൊന്ന് കാണിച്ചു തരാം. അവിടെ നമ്മൾ പോകുമ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് തിരക്ക് എന്നുള്ളത്. അത് തന്നെ നമുക്ക് ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. സാധാരണ യൂത്ത് മാത്രമല്ല വരുന്നത്, ഫാമിലീസാണ് വരുന്നത്. ഒരുപാട് ആളുകൾ ഈ സിനിമയ്ക്ക് വേണ്ടി എവിടെ ചെന്ന് ചോദിച്ചാലും ഈ സിനിമ കാണണമെന്നുള്ള ചർച്ചകൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുതന്നെയാണ് മോഹൻലാൽ ശോഭന കൂട്ടുകെട്ടിലൊരു സിനിമ വരുമ്പോൾ മോഹൻലാലിനെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു സിനിമ കാണിക്കുകയാണെങ്കിൽ വരുന്നത് എന്നുള്ളത് വീണ്ടും ഉറപ്പിക്കുകയാണ്. ഇതിനോടകം തന്നെ 38,000-ന് മുകളിലുള്ള ഷോകൾ ചാർട്ട് ചെയ്യപ്പെടുകയും നമുക്ക് കാണാൻ കഴിയുന്നു. 69 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയതായിട്ടും എന്താണെന്നും സർവ്വകാല റെക്കോർഡുകളും തകർത്തെറിഞ്ഞുകൊണ്ട് സിനിമ കുതിച്ചുയരുകയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ലാൽ സലാം.